ഒരാള് ഏതെങ്കിലും ഒരാളുടെ മരണശേഷം അദ്ദേഹത്തിന് വേണ്ട കഫൻ പുടവ തയ്ച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ചെയ്തിട്ടില്ലല്ലോ. ഒരാളുടെ ദുനിയാവ് അവസാനിക്കുമ്പോൾ മരണത്തിന് ശേഷം അദ്ദേഹത്തെ കഫം ചെയ്യുന്നത് 2 കൊല്ലങ്ങൾക്ക് മുമ്പ് 3 കൊല്ലങ്ങൾക്ക് മുമ്പ് നെയ്തെടുത്ത വസ്ത്രത്തിലാണ്. നോക്കൂ നിങ്ങൾ, എത്ര അത്ഭുതമാണ്, എത്ര അത്ഭുതങ്ങളാണ് ഈ ദുനിയാവുമായി വേർപ്പെടുമ്പോൾ അള്ളാഹു സംവിധാനിക്കുന്നത്, നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരുന്ന എത്ര യാഥാർത്ഥ്യങ്ങളാണ്. എത്ര യുവാക്കളാണ്, എത്ര മനുഷ്യരാണ്, അവർ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, പക്ഷെ അവർക്കറിയില്ലല്ലോ അവർക്ക് വേണ്ടി ഒരു കഫൻ പുടവ നെയ്തെടുത്ത് പുറപ്പെട്ട വിഷയം നമ്മൾ അറിയുക പോലും ചെയ്യുന്നില്ല. നോക്കൂ നിങ്ങൾ, നമ്മൾ 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കഫൻ പുടവ തയ്യാറാക്കി ഇന്ന് തന്നെ മില്ലുകളിൽ നിന്ന് പുറപ്പെട്ട് അത് ടെക്സ്റ്റൈൽസുകൾ സൂക്ഷിച്ചു വെച്ച് അങ്ങനെ കിട്ടുന്നതാണ് എന്ന സത്യം നമുക്കേറെ അത്ഭുതപ്പെടുത്തേണ്ടതല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മുടെയൊക്കെ ജീവിതം? നോക്കി, ഫ്ലൈറ്റിൽ കയറുന്നു, അവിടെ എത്ര കുട്ടികളാണ്. ഇനി എന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം, പഠനം, അവിടെ കളിയും ചിരിയും എല്ലാം നമുക്ക് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന, ഒരുപാട് ആഗ്രഹങ്ങൾ വെക്കുന്ന എത്ര പിഞ്ചോമനകളുടെ ശരീരത്തിലാണ് അല്ലാഹു ഖബറിന്റെ അന്ധകാരം കയറ്റിയത്. അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം وأشهد أن سيدنا ونبينا محمدا عبده ورسوله الذي أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه سراجا وقمرا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹബഹുമാനമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരമാവധി പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദുനിയാവിൽ നിന്ന് അള്ളാഹുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നവരായി നല്ല മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നലെ പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു വിമാന അപകടത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ സ്വാഭാവികമായും ശ്രദ്ധിക്കാതെ പോയ ആരും ഉണ്ടാവില്ല. ഏകദേശം 96 കസാക്കിസ്ഥാൻ്റെയും സൗദി എയർലൈൻസും കൂട്ടിയിടിച്ച് 350ഓളം ആളുകൾ ഇതിനു മുൻപൊരു വലിയ അപകടമുണ്ടായത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ വലിയ ആലോചനകളില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന, നമ്മളിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഏതൊരു മനുഷ്യനും
മുസ്ലിമായാലും അമുസ്ലിമായാലും ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും ദുനിയാവെന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലം ജീവിക്കേണ്ടുന്ന, വളരെ ചുരുങ്ങിയ സമയം കഴിച്ചുകൂട്ടേണ്ടുന്ന ഒരു ചെറിയ താവളമായി, ഒരു ഇടമായി പരിചയപ്പെടുത്തുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചർച്ച പ്രത്യേകിച്ച് വലിയ രൂപത്തിൽ, ഒരു പുതുമയുള്ള രൂപത്തിൽ അവതരിപ്പിക്കപ്പെടേണ്ടതോ മനസ്സിലാക്കേണ്ടതോ ഒന്നുമല്ല. സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് തന്നെ ദുനിയാവിനെ കുറിച്ച് അവർ ആലോചിച്ചാൽ ഒരു നിലക്കും വ്യാഖ്യാനിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ, അവർക്ക് തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ ഭൂമി ലോകത്തു നിന്ന് ആളുകൾ ഇങ്ങനെ വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ചർച്ചയുടെ വിഷയം തന്നെയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ എവിടെയൊക്കെയോ വമൽ ഹയാത്തി ദുന്യ എന്ന പദപ്രയോഗം നടത്തിയിട്ട് പറയുന്ന പല കാര്യങ്ങളും അത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ഏതൊരാളെ സംബന്ധിച്ചും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, വിശിഷ്യ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവനേറെ പറഞ്ഞു മനസ്സിലാക്കി അവന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഈ ദുനിയാവിലുള്ള ചെറിയ സമയത്തെപ്പറ്റി പറയാതെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ വമൽ ഹയാത്തി ദുന്യ ഇല്ലാ മതാഉൽ ഖുറൂർ ഖുർആനിന്റെ ഒരു പദപ്രയോഗമാണ്. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ ചരക്കാണ്. അതുകൊണ്ടാണ് ദുനിയാവിൽ ഒരു വാപ്പയെ വിശ്വസിക്കുന്ന, ഒരു ഭർത്താവിനെ വിശ്വസിക്കുന്ന, ഒരു ഭാര്യയെ വിശ്വസിക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസങ്ങൾ കൈമാറുന്നവർ അറുകൊലകൾ നടത്തി ജീവിക്കുന്നത് ഈ പറയപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ പദപ്രയോഗമാണ്. വമൽ ഹയാത്തി ദുന്യ ഇല്ലാ മതാഉൽ ഖുറൂർ. പരമവഞ്ചകനായ പിശാച് മനുഷ്യനെ പറ്റിക്കുന്നു. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ? പരസ്പരം വഞ്ചിക്കുകയും ചതിക്കുകയും ചതിപ്രയോഗങ്ങൾ നടത്തുകയും ഏതെങ്കിലും ഒരാളെ നമ്മൾ അങ്ങേയറ്റം അമാനത്തേൽപ്പിച്ചാൽ അത് കൃത്യമായി വഞ്ചിക്കുകയും ചെയ്യുന്നത് ഈ ദുനിയാവിൽ നമ്മൾക്ക് ആരും പറയാതെ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. വമൽ ഹയാത്തി ദുന്യ ഇല്ലാ മതാഉൽ ഖുറൂർ, വഞ്ചനയുടെ ചരക്കാണ്. വിശുദ്ധ ഖുർആൻ ഇതേപോലെ വമൽ ഹയാത്തി ദുന്യ എന്ന് പ്രയോഗിച്ച് പദപ്രയോഗങ്ങൾ ഒരുപാടുണ്ട്. ആ ഒരുപാട് പദപ്രയോഗങ്ങളിലെ സുപ്രധാനമായ പദപ്രയോഗമാണ് ഇല്ലാ ലഇബുൻ വലഹുവൻ. അത് ദുനിയാവെന്ന് പറഞ്ഞാൽ കളിയും വിനോദവും മാത്രമാണ്. വലദ്ദാറുൽ ആഖിറത്തു ലഹയവാൻ, ഈ ആഖിറമെന്ന് പറയുന്നതാണ് ശാശ്വതമായി ഏതൊരു മനുഷ്യനും ലഭിക്കുന്നുള്ളൂ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്സിഡന്റ് കാണുമ്പോ നോക്കൂ നിങ്ങൾ, ഏറ്റവും സേഫായ, ഇന്ന് ലോകത്ത് അവൈലബിൾ ആയ ഏറ്റവും സേഫായ യാത്രാ മാധ്യമമാണ് വിമാനം എന്ന് പറയുന്നത്. ഏറ്റവും സേഫാണ്. പക്ഷെ അതിലെ ആക്സിഡന്റിന്റെ റിക്കവറി എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ആക്സിഡന്റ് ഉണ്ടായാൽ ഒരു റിക്കവറിക്കുള്ള സാധ്യത വളരെ തുച്ഛമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര വലുതായാലും എത്ര കണ്ടുപിടുത്തങ്ങൾ നമ്മൾ നടത്തിയാലും അള്ളാഹ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ചലിക്കാൻ, ഒരിഞ്ചു ചലിക്കാൻ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നത് ഈ ദുനിയാവിൽ നമുക്കൊരു സെക്കൻഡ് പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ച് ദുനിയാവിനെ കുറിച്ച് അടങ്ങാത്തൊരു അഭിനിവേശം നമുക്കില്ലല്ലോ. ദുനിയാവ് കിട്ടിയേ തീരൂ എന്നൊരു മുസൽമാന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ. നമ്മെ സംബന്ധിച്ച് ഏതൊരു ആക്സിഡന്റ് കണ്ടാലും, ഏതൊരു മരണവാർത്ത എത്തിയാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഒരു പദപ്രയോഗമാണ്. നമ്മളും നാളെ, ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും വാഹനത്തിലോ ഇനി ഒന്നുമില്ലെങ്കിലും മറ്റേതെങ്കിലും രൂപത്തിലോ നമ്മൾ അല്ലാഹുവിലേക്ക് യാത്രയാകും. അത് പച്ചയായ സത്യമാണ്. ഇവിടെയാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നത്. ദുനിയാവിന്റെ പിന്നാലെ പോകുന്നത് ഏതു നിലക്കും മനുഷ്യരെ നിങ്ങൾക്ക് നാശനഷ്ടമായിരിക്കും ഉണ്ടാക്കുക. അതുകൊണ്ട് ദീൻ പറഞ്ഞതോ പഠിപ്പിച്ചതോ മനസ്സിലാക്കിയതോ തന്ന ഒരു സാഹചര്യത്തിലും ഒരു ദുനിയാവിന് വേണ്ടി കെട്ടപ്പെടുന്ന ഒരു വാഗം തന്നെ നമുക്ക് വരാൻ സാധിക്കുന്നില്ല.
അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് 4 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. അതിന് വീടുണ്ട്, ഏറ്റവും നല്ല വാഹനമുണ്ട്. ഏറ്റവും നല്ല വാഹനം നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വാഹനത്തിൽ കയറി ദുനിയാവ് തീരുവോളം സഞ്ചരിക്കുക, നമ്മുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം മുഴുവൻ നടത്തുക എന്നൊരർത്ഥം ആ പറയപ്പെട്ടതിനില്ല. ഇവിടെയാണ് വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ദുനിയാവെന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു സമയം മാത്രമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും വളരെ കുറച്ചാട്ടോ സമയം, വളരെ കുറച്ച് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വളരെ കുറച്ചാണെന്ന് പരസ്പരം പറയാനുള്ള വചനങ്ങളായി ഇസ്ലാം പഠിപ്പിച്ചില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ കിടക്കുകയാണ്. എഴുന്നേറ്റ് പോയപ്പോൾ പാട് കണ്ടു. സ്വഹാബത്ത് റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ താങ്കൾക്കൊരു വിരിപ്പ് വിരിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസരം ദുനിയാവിനെ പറ്റി പറയാൻ ഉപയോഗിച്ചു. മാലി വദ്ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്താണ് ബന്ധം? ഒന്നുമല്ലല്ലോ. ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടക്കുമ്പോ നമുക്കൊരു വിരിപ്പ് ഉപയോഗിച്ചൂടെ? അതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പക്ഷെ ദുനിയാവിൽ നമുക്കെന്താണ് ബന്ധം? ഒരു ബന്ധമില്ല. എവിടെയെങ്കിലും പോയി ഇരിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു എന്നല്ലാതെ ഈ ദുനിയാവിൽ നമ്മൾ താമസിക്കുന്ന സമയത്തെ പറ്റി അത്ര മാത്രമേ നമ്മൾക്ക് കൺസെപ്റ്റ് ഉണ്ടാകേണ്ടതുള്ളൂ. ഒരു വിശ്വാസിയുടെ ജീവിതത്തില് ഒരു പ്രൈമായ നമ്മുടെ ഏറ്റവും മുന്തിയ രൂപത്തിൽ നമ്മൾ പരിഗണിക്കുന്നത് ഒരിക്കലും ദുനിയാവായിട്ട് മാറാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടില് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായി, ഒരു വിഷമമുണ്ടായി, ഒരു പ്രയാസമുണ്ടായി, കാലങ്ങളോളം ആ പറയപ്പെട്ട പ്രതിസന്ധിയെപ്പറ്റി പിരാഗി നടക്കുന്ന ഒരു ഏർപ്പാട് മുസൽമാന്റെ ജീവിതത്തിലുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ ഇന്ന് കാണുന്ന ഏത് പ്രയാസങ്ങളും അത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന അമ്പിയാക്കന്മാർക്ക് മൊത്തം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രളയമുണ്ടാകുന്നു, ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു, കാലാവസ്ഥ മാറി ചിന്തിക്കുന്നു, നമ്മൾ എന്താ പറയാ? വല്ലാത്തടങ്ങാറായി. എത്ര ആളുകളാണ് മണ്ണിന്റെ അടിയിലേക്ക് പോയത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ഈ കണ്ട പ്രളയത്തെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. നമുക്ക് മക്കളില്ലാണ്ടായി പോയി. മക്കൾ അല്ലാഹു തആല ദീർഘകാലം തന്നില്ല. 5 നിസ്കരിക്കണം, എനിക്ക് മാത്രം എന്താ അല്ലാഹു മക്കളെ തരാത്തത്? നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രായമാധിക്യം എത്തുന്നത് വരെ അല്ലാഹുവോട് തേടിയത് എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നാണ്. ഏത് പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ, ഏത് പരീക്ഷണമാണ് അല്ലാഹുവിനോട് അമ്പിയാക്കന്മാർ തേടാത്തത്? രോഗം വന്ന് പ്രയാസപ്പെട്ടപ്പോൾ ശുഐബ് നബി തേടി. രോഗം വരുമ്പോ നമ്മൾ പ്രയാസപ്പെടുന്നു. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവിനെ കുറിച്ച് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ അല്ലാഹു വിശ്വാസികളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രയാസപ്പെടുത്താനല്ല, ഇഷ്ടം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്ത് നിന്ന് ഏത് സമയത്ത് വിടവാങ്ങിപ്പോയാലും അല്ലാഹുവിന്റെ ഇഷ്ടത്തോടുകൂടി വിടവാങ്ങണം എന്നൊരു ബുദ്ധി നമുക്കുണ്ടാകണം, ഒരു വാശി നമുക്കുണ്ടാകണം. ഏത് സമയത്ത് അല്ലാഹുവിലേക്ക് യാത്രയായാലും അല്ലാഹുവേ നിന്റെ ഇഷ്ടത്തോടും നിന്റെ പൊരുത്തത്തോടും മാത്രമായിരിക്കണം എന്ന ഒരു വാശി നമുക്കുണ്ടാകണം. അതനുസരിച്ച് മാത്രമായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ. ലോകത്തെ പറയാൻ സുഖമുള്ള ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം പറയുമ്പോൾ പറയാൻ സുഖമുള്ള ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? മരിച്ചോണ്ടേ നമുക്ക് പറയാം, നല്ല രസമാണ് അത് കേൾക്കാനും. അപ്പൊ നമ്മൾ പറയും മരിച്ചു പോകണം, അതുകൊണ്ടൊക്കെയാണല്ലോ ഇങ്ങനെ. അങ്ങനെ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മരിച്ചു പോകണമെന്ന് നമ്മൾ പറയുന്നത് ഈ ദുനിയാവിൽ നിന്നാണ്. നൈമിഷികമായ ഈ ദുനിയാവിന്റെ കണക്കല്ലേ മരിച്ചതിന് ശേഷം നാളെ അല്ലാഹു തആല ചോദിക്കുന്നത്. ഒന്നും അല്ലാഹു ഉപയോഗിക്കരുതെന്ന് പറഞ്ഞില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു കൃത്യമായി മനുഷ്യരെ പഠിപ്പിച്ചതാണ് ആ വിഷയം. സുജ്ജിന ലിന്നാസ് حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المصومة والأنعام والحرث. അല്ലാഹു എല്ലാം പറഞ്ഞു. ഈ ദുനിയാവിൽ ഭാര്യയും മക്കളും സന്താനങ്ങളും കുതിരയും കച്ചവടവും കൃഷിയും വെള്ളിയും സ്വർണവും എല്ലാം 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 ذلك متاع الحياة الدنيا. അത് ദുനിയാവിന്റെ മാത്രം വിഭവങ്ങളാണ്. അത് അല്ലാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ذلك متاع الحياة الدنيا والله عنده حسن المآب. അല്ലാഹുവിന്റെ അടുക്കലാണ് ശരിക്കുമുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് ദുനിയാവിൽ നൽകിയ ഭാര്യയെ കൊണ്ട്, ഭർത്താവിനെ കൊണ്ട്, മക്കളെ കൊണ്ട്, സമ്പത്തിനെ കൊണ്ട് നാളെ നമ്മൾ സ്വർഗം വാങ്ങണം.
നാളെ നമ്മുടെ ഖബറിലെ നമുക്കൊക്കെയുള്ള ബർസഖിയായ ജീവിതത്തിലെ വിശാലമായ സംവിധാനവും സ്വസ്ഥതയും സുഖവും നമ്മൾ വാങ്ങണം. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. ഒരു കഷ്ണം പോലും, ഒരു മാംസ കഷ്ണം പോലും നമുക്ക് മറവ് ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും വമിൻ ബറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, നാളെ അന്ത്യനാൾ വരെ നിൽക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും ബർസഖ് ഉണ്ടാകും. അവിടെ സുഖം വാങ്ങാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ദുനിയാവിനെ തന്നെയാണ്. അവിടെയാണ് ദുനിയാവ് നമ്മെ ചതിച്ചിട്ടുണ്ടോ? ദുനിയാവ് നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടോ? ഈ ദുനിയാവ് നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദുനിയാവ് നമുക്കൊരു പാരയായി മാറാൻ പാടില്ല. അപ്പൊ നമ്മുടെ കച്ചവടം അങ്ങനെ തന്നെ ഒന്ന് ആലോചിക്കും. നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ജോലികൾ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ ഇതെല്ലാം സെക്കൻഡുകൾ വെച്ച് ക്ലിയറായി മുമ്പോട്ട് പോകണം. എന്തുകൊണ്ട് ഒരു ഫ്ലൈറ്റ് പൊന്തി, ആ പൊന്തിയതിനു ശേഷം അവിടെ എത്തി എന്ത് ചെയ്യണം, അവിടെ ആരൊക്കെ കാണണം, ഏതൊക്കെ മീറ്റിംഗിൽ പങ്കെടുക്കണം, എല്ലാം തർത്തീബാക്കി സ്വപ്നങ്ങൾ നെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചത്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഏത് സെക്കൻഡിലും എന്റെ സാമ്പത്തികം കൃത്യമായിരിക്കണം, ദുനിയാവിൽ എന്റെ ബന്ധം കൃത്യമായിരിക്കണം, ദുനിയാവിൽ എന്നെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം കൃത്യമായിരിക്കണം. അവിടെയാണ് എന്നോട് ചോദിക്കുന്നു, അവരോട് ചോദിക്കുന്നു, ഇതിന്റെ എല്ലാത്തിന്റെയും ഉത്തരം ഞാൻ പറയണം. അതുകൊണ്ട് അല്ലാഹു നമുക്ക് തന്ന ദുനിയാവിനെ പറ്റി നമ്മോട് അല്ലാഹു ചോദിക്കും. ഈ ദുനിയാവിനെ പറ്റി നമ്മളോട് അല്ലാഹു ചോദിക്കും. നമ്മൾ പലപ്പോഴും സാന്ദർഭികം പറയാറുണ്ട്, മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പറയും, എങ്ങനെയെങ്കിലും ഇർജിഊൻ, ഒന്ന് ഭൂമിയിലേക്ക് മടക്കി തരണം എന്ന് പറയാറുണ്ട്. അതിന് മറുപടി എന്താ? എവിടുന്നാ വരുന്നത് എന്നുള്ളതാണ്. എവിടുന്നാണ് വരുന്നത്? ഈ ദുനിയാവിന്നാ വരുന്നത്. ഇനി എങ്ങോട്ടാ മടക്കേണ്ടത്? ഈ ദുനിയാവ് തന്നെ. അപ്പൊ എന്തേ അവിടെ പോയിട്ട് ചെയ്യാതെ പോയത്? അതെല്ലാം നമ്മൾ ചെയ്യാന്നാണ്. എന്തുറപ്പാണുള്ളത്? വീണ്ടും വീണ്ടും ചതിക്കാൻ കഴിയുന്ന, വഞ്ചിക്കാൻ സാധിക്കുന്ന, കട്ടെടുത്ത് ശീലമുള്ള ആളുകളെ നമ്മൾ വീണ്ടും വിശ്വസിച്ച് വെച്ചാൽ അവൻ വീണ്ടും ചതിക്കില്ലെന്ന് എന്തുറപ്പുള്ളത്? അപ്പൊ എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കിട്ടിയതിനു ശേഷം അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറയാണ്, റബ്ബിർജിഊൻ, ഒന്ന് മടക്കണം റബ്ബേ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. കാരണം എന്താണ്? നമ്മളെ മരണത്തിന്റെ സമയത്ത് വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെ വിളിക്കുന്നത് നല്ല സമാധാനത്തിന്റെ മലക്കുകളാണ്. ആ വിളി കേൾക്കുമ്പോ പിന്നീട് ഇർജിഊൻ, എന്നെ ദുനിയാവിലേക്ക് മടക്കണം എന്ന് പറയാൻ നമുക്ക് തോന്നില്ല. ഒരിക്കലും ആ ഒരു പ്രയാസം നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ദുനിയാവ് ഒരു നിലക്കും നമ്മെ ചതിച്ചുകൂടാ, ഒരു നിലക്കും ദുനിയാവ് നമ്മെ വഞ്ചിച്ചുകൂടാ. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. നിങ്ങൾ എന്നും ദുനിയാവിനേക്കാളും ആഖിറത്തിനെ ഇഷ്ടപ്പെടണം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ സമയത്തും നമ്മുടെ വാക്കുകളിൽ, നാവുകളിൽ, ഏത് ടൈമിലും വരുന്നത്, ഏത് സമയത്തും ആ ദുആയിൽ നമ്മൾ ആഖിറം ചോദിക്കുന്നുണ്ട്, ദുനിയാവ് ചോദിക്കുന്നുണ്ട്. ആ ദുനിയാവും ആഖിറവും ചോദിക്കുന്നത് നമുക്ക് ദുനിയാവ് കിട്ടിയിട്ട് ആഖിറം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ആഖിറം നന്നാകണം. ആഖിറം നന്നാകണമെങ്കിൽ ആ ദുനിയാവ് ഉപയോഗപ്പെടുത്തണം. വിശുദ്ധ ഖുർആൻ പറയാം, ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയ, അവർ ദുനിയാവ് സ്വാധീനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരെ കാര്യത്തിൽ ദുനിയാവ് അതിജയിച്ചു. ഒരിക്കലും ദുനിയാവ് നമ്മളെ കൊണ്ട് നമ്മെ ചതിച്ചുകൂടാ, ദുനിയാവിന്റെ പിന്നാലെ പോയിക്കൂടാ. ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, ആഖിറമാണ് ഒരിക്കലും അവസാനിക്കാതെ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ ചെറിയൊരു സംഭവം ഉണ്ടാകുമ്പോ നമ്മുടെ മനസ്സുകളിലേക്ക് ഈ ദുനിയാവിന്റെ നൈമിഷികതയെ കുറിച്ച് കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിൽ എത്ര സുഖം ലഭിച്ചാലും, എത്ര കോടികൾ ലഭിച്ചാലും, എത്ര അധികാരങ്ങൾ ലഭിച്ചാലും, ഈ ദുനിയാവിനെ കുറിച്ചൊരു കൺസെപ്റ്റ് നമുക്കുണ്ടെങ്കിൽ, നമുക്ക് ദുനിയാവിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല. 4 ഖുലഫാഉർ റാഷിദീങ്ങൾ മശ്ഹൂരീൻ, അവിടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ദുനിയാവിൽ അവർക്കൊക്കെ അല്ലാഹു തആല ഈ ഭൂമി ലോകത്തെ അധികാരങ്ങൾ സമ്മാനിച്ചവരാണ്. പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും കഴിഞ്ഞതിന് ശേഷം അധികാരങ്ങൾ നൽകിയപ്പോ അവരുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ച്, ഓരോ രാജ്യത്തിന്റെയും ഒരുപാട് രാജ്യങ്ങളുടെയും അധികാര സ്ഥാനങ്ങൾ അവരുടെ ജീവിതത്തിൽ വെച്ചു കൊടുത്തിട്ടും അവരെങ്ങനെയായിരുന്നു ജീവിച്ചത്?
ഹറാമില്ലാത്ത സമ്പാദ്യം, നല്ല കുടുംബജീവിതം, നമുക്കാർക്കെങ്കിലും ആക്ഷേപിക്കാൻ പറ്റാവുന്ന കച്ചവടം ഉണ്ട് അവരുടെ ജീവിതത്തിൽ? ഒരിക്കലുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിന് എത്ര മുതലാളിയായാലും എത്ര പാമരനായാലും കാണേണ്ടത് ഈ ദുനിയാവ് വിട്ട് നമ്മൾ പോകേണ്ടവർ തന്നെയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ദുനിയാവിനെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വന്ന സ്ഥലത്ത് ഷാഫി റഹിമഹുല്ലാഹ് ദുനിയാവിനെ കുറിച്ച് പറയാം. ദഖൽതുൽ ബുയൂത ഫമാ വജദ്തു ബൈന ഇല്ലാ വഫീഹി മൗതുൻ യന്തദിറു. ദുനിയാവിലെ ഒരൊറ്റ വീട്ടിലും, നമ്മൾക്ക് കയറി ചെല്ലാവുന്ന ഒരൊറ്റ വീട്ടിലും മരണത്തിന്റെ മാലാഖയ്ക്ക് കയറാൻ പ്രയാസമില്ലല്ലോ. ഒരൊറ്റ വീട്ടിലും അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. അളാപ്പയുടെയും മൂത്താപ്പയുടെയും നമ്മുടെ ഭാര്യന്റെയും ഭർത്താവിന്റെയും തറവാടുകളിലെല്ലാം കയറി ചെന്നാൽ ആ കയറി ചെല്ലുന്നിടത്തെല്ലാം മാന്യനാകണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെയെല്ലാം മരണത്തിന്റെ മലക്ക് കയറി വരാൻ ഒരു പ്രയാസവുമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവ് ഒരിക്കലും മനുഷ്യരെ നമ്മെ വഞ്ചിച്ചുകൂടാ. ഈ ദുനിയാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അക്ഷരം പ്രതി ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇന്ന് നമ്മൾ മരിക്കുമ്പോ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ മരണത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന ആളുകൾ പെട്ടെന്ന് മരിച്ചു എന്ന് പറയും. അങ്ങനെ മരിച്ചു എന്ന് പറയുമ്പം അയാളുടെ ദുനിയാവ് കഴിഞ്ഞല്ലോ. ദുനിയാവ് കഴിയുന്ന ആളുടെ മുകളിൽ നമ്മൾ കുറച്ച് കഫം പുടപെടും. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളുടെ മരണശേഷം അദ്ദേഹത്തിന് വേണ്ട കഫം പുടവ തയ്ച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ചെയ്തിട്ടില്ലല്ലോ. ഒരാളുടെ ദുനിയാവ് അവസാനിക്കുമ്പോ മരണത്തിന് ശേഷം അദ്ദേഹത്തെ കഫം ചെയ്യുന്നത് 2 കൊല്ലങ്ങൾക്ക് മുമ്പ് 3 കൊല്ലങ്ങൾക്ക് മുമ്പ് നെയ്തെടുത്ത വസ്ത്രത്തിലാണ്. നോക്കൂ നിങ്ങൾ, എത്ര അത്ഭുതമാണ്, എത്ര അത്ഭുതങ്ങളാണ് ഈ ദുനിയാവുമായി വേർപ്പെടുമ്പോ അള്ളാഹു സംവിധാനിക്കുന്നത്. നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരുന്ന എത്ര യാഥാർത്ഥ്യങ്ങളാണ്. വകമ്മിൻ ഫതാ അംസാ വഅസ്ബഹ ളാഹികൻ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രീ. എത്ര യുവാക്കളാണ്, എത്ര മനുഷ്യരാണ്. അവർ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, പക്ഷെ അവർക്കറിയില്ലല്ലോ അവർക്ക് വേണ്ടി ഒരു കഫം പുടവ നെയ്തെടുത്ത് പുറപ്പെട്ട വിഷയം നമ്മൾ അറിയുക പോലും ചെയ്യുന്നില്ല. നോക്കൂ നിങ്ങൾ, നമ്മൾ 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് മരിക്കുമ്പോ നമുക്ക് വേണ്ടി കഫം പുടവ തയ്യാറാക്കി ഇന്ന് തന്നെ മില്ലുകളിൽ നിന്ന് പുറപ്പെട്ട് അത് ടെക്സ്റ്റൈൽസുകളെ സൂക്ഷിച്ചു വെച്ച് അങ്ങനെ കിട്ടുന്നതാണ് എന്ന സത്യം നമുക്കേറെ അത്ഭുതപ്പെടുത്തേണ്ടതല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മുടെയൊക്കെ ജീവിതം? ഒന്ന് നോക്കേ, ഫ്ലൈറ്റിൽ കയറുന്നു, അവിടെ എത്ര കുട്ടികളാണ്. ഇനി എന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം, പഠനം, അവിടെ കളിയും ചിരിയും എല്ലാം നമുക്ക് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന, ഒരുപാട് ആഗ്രഹങ്ങൾ വെക്കുന്ന. വകമ്മിൻ സഗീരിൻ യുർതജാ തൂലു ഉംരിഹിം വഖദ് ഉദ്ഖിലത് അജ്സാദുഹും ളുൽമതൽ ഖബ്രി. എത്ര പിഞ്ചോമനകളുടെ ശരീരത്തിലാണ് അല്ലാഹു ഖബറിന്റെ അന്ധകാരം കയറ്റിയത്. അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ? ഈ ദുനിയാവിൽ അവർക്ക് വെച്ച സമയമെന്ന് പറയുന്നത്, അല്ലാഹു നിശ്ചയിച്ച സമയമെന്ന് പറയുന്നത്, ആ മൈന്യൂട്ട് നാനോ സെക്കൻഡ് എന്ന് പറയുന്നത് ആ പ്രായത്തിലായിരുന്നു എന്നുള്ളത് അത്ഭുതമല്ലേ? വകമ്മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ വഖദ് ഉദ്ഖിലത് അർവാഹുഹും ളുൽമതൽ ഖബ്രി. എത്ര മണവാളനും മണവാളികളുമാണ്, ഒരു പെണ്ണും പതിയാപ്പളയുമാണ്. അവരുടെ സ്വപ്നങ്ങൾ നെയ്തെടുത്ത് നിൽക്കുന്ന വീട്ടിലേക്ക് അല്ലാഹു തആല ഈ പള്ളിയിൽ നിന്നും എടുത്തുകൊണ്ടുപോയി അവിടെ വീടുകളിൽ മയ്യത്തിന്റെ കട്ടിലുകൾ കൊണ്ടുവച്ചതും അല്ലാഹു തആല ആ പറഞ്ഞതിൽ അത്ഭുതമില്ല പ്രിയപ്പെട്ടവരെ. ലോകത്തേതെങ്കിലും ഒരു മനുഷ്യൻ അത്ഭുതകരമായി വർഷങ്ങളോളം 100-150 വയസ്സ് ജീവിച്ചെന്നിരിക്കെ എന്നാലും ഒരു ദിവസം വമൻ ആശ അൽഫൻ വഅൽഫൈൻ ഫലാ ബുദ്ദ മിനൽ യൗമി യസീറു ഇലൽ ഖബ്രി. 1000-2000 വർഷം ജീവിച്ചാലും ഒരു ദിവസം നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തസവ്വദ് മിനദ് ദുനിയാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഏത് സെക്കൻഡിലും അല്ലാഹു പറഞ്ഞ വിഷയമാണ്. ഏത് സെക്കൻഡിലും പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഏതെങ്കിലും ഒരു മനുഷ്യന് രാത്രിയായാൽ അത് പകലുണ്ടാകുമെന്ന് അവൻ വിശ്വസിക്കരുത്. ഇവിടെയാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പ്രയാസവുമില്ലാത്ത ഒരു സബ്ജക്റ്റാണ്. പക്ഷേ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഏറെ പ്രയാസകരമായ കാര്യമാണ്. ഒന്നാലോചിച്ച്, ഇന്ന് നമ്മൾ ഈ പള്ളി വിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് എന്റെയോ നിങ്ങളുടെയോ മരണമാണ് ഈ നാട്ടിലെ ജനങ്ങൾ അറിയുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിന്റെ കണക്ക് പുസ്തകം ഓപ്പൺ ആകുകയാണ്. ആ കണക്ക് പുസ്തകത്തിൽ ഞാൻ പറഞ്ഞ കളവുകൾ, എന്റെ ചിന്തകൾ, മോശപ്പെട്ട വിചാരങ്ങൾ, എന്റെ ഇബാദത്തുകൾ, എന്റെ കുടുംബജീവിതം, എന്റെ കച്ചവടം, ഈ പറയപ്പെട്ടതെല്ലാം എല്ലാം 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 ഉണ്ടാകുമല്ലോ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിനെ കുറിച്ച് നമ്മൾ വെച്ചു പുലർത്തുന്ന കൺസെപ്റ്റ് എന്നും മടങ്ങാൻ തയ്യാറാകണമെന്നല്ലേ? എന്നും നമ്മൾ മടങ്ങാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ സമ്പാദ്യത്തിൽ ഹറാമുണ്ടാകില്ല, കുടുംബജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകില്ല, പ്രയാസങ്ങൾ ഉണ്ടാകില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശണ്ടയുണ്ടാകില്ല. ഉറപ്പല്ലേ? നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതത്തിൽ കുടുംബബന്ധം ഏർപ്പെടുത്തിയാൽ, ഉണ്ടായാൽ, അവന് പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അത് വിശ്വസിക്കുന്നവനെ എങ്ങനെയാണ് ഒരു മൈന്യൂട്ട് സെക്കൻഡ് തെറ്റി നിൽക്കാൻ സാധിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ലോകത്ത് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടുന്ന വസ്തുത. ലോകത്ത് ഏത് സമയത്തും, ഏത് നിമിഷവും, ഏത് ടൈമിലും നമുക്ക് മടങ്ങേണ്ടി വരും. അതാര് എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും പോകേണ്ടി വരും. നമുക്ക് ദുനിയാവിനെ കുറിച്ചുണ്ടാകേണ്ടുന്ന കൺസെപ്റ്റ് അങ്ങനെ തന്നെയാണ്. 10 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ് ഒന്നുമല്ലാത്ത ആൾക്കാർ എന്തൊക്കെയോ പടുത്തുണ്ടാക്കി വലിയ വലിയ സൗധങ്ങൾ പണിത് വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തും. അള്ളാഹുവിന്റെ തർത്തീബാണ്, പരീക്ഷണമാണ്. അള്ളാഹ് പരീക്ഷിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരുപാട് ഉണ്ടായിരുന്ന ആളുകൾ ഒന്നുമില്ലാതെ പിച്ചക്കാരനെ പോലെ ജീവിക്കും നമ്മൾ കാണാൻ. അള്ളാന്റെ തർത്തീബാണ്. അള്ളാഹു തആല നൽകുന്നത്, അള്ളാഹു തആല നമുക്ക് നൽകുന്നത് എന്തും അള്ളാഹു നാളെ പരലോകത്ത് മരണശേഷം ചോദ്യം ചെയ്യും. അതുകൊണ്ട് ദുനിയാവിൽ നമുക്ക് നൽകിയ മുഴുവൻ കാര്യങ്ങളും, അള്ളാഹ് നമുക്ക് നൽകിയ മുഴുവൻ കാര്യങ്ങളും, ആയുസ്, കുടുംബം, തന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മക്കൾ, എല്ലാ സംഗതിയും ചോദ്യം ചെയ്യും. ഒരു കാര്യവും ചോദ്യം ചെയ്യപ്പെടാതെ അള്ളാഹു തആലയുടെ കണക്ക് ബുക്ക് അടക്കൂല. ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ഈ ദുനിയാവിൽ ഇഹലോകത്ത് നിന്ന് മടങ്ങാൻ ഏത് ടൈമിനും പ്രിപ്പയർ ആകേണ്ട ആൾക്കാരാണ് നമ്മൾ. ഏത് ടൈമിനും ഈ ദുനിയാവ് നമ്മൾ മടങ്ങാൻ വേണ്ടി പ്രിപ്പയർ ആയി നിൽക്കേണ്ട ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓ എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, വലിയ ആളാണ്, ചെറിയവനാണ്, പൈസ ഉള്ളവനാണ്, ഇല്ലാത്തവനാണ്, ഒന്നൊരു വിഷയമല്ല. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഏത് ടൈമിനും മടങ്ങാൻ വേണ്ടി റെഡി ആയിക്കണം. അപ്പം മടങ്ങാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത് എന്താണ്? ഏത് ടൈമിന് പോയാലും ശുദ്ധമായ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അള്ളാഹിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ശുദ്ധമായ ഒരു ഹൃദയം നിങ്ങൾക്ക്, വളരെ പ്യൂരിഫൈ ആയിട്ടുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് ഉണ്ടാകണം. ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുത്, കുശുമ്പും കുന്നായ്മയും ഐബത്തും നമീമത്തും ഒന്നും ഉണ്ടായിരുത്. നമ്മൾ ആരെങ്കിലും പറ്റിച്ചും വഞ്ചിച്ചുണ്ടാക്കി 5 പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകരുത്. ആരെങ്കിലും വെറുപ്പിച്ചും അങ്ങോട്ടും ഷണ്ട കൂടിയും ഉണ്ടാകുന്നൊരു ജീവിതം നമുക്കുണ്ടായിരുത്. ഈ പറയപ്പെട്ടതെല്ലാം വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ ദുനിയാവ്, നമുക്ക് ഏത് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കിട്ടിയാലും, ഏത് സംഭവങ്ങൾ കിട്ടിയാലും വലിയ ഗുണപാഠങ്ങളാണ് അതിൽ നിന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്. നമ്മൾ പറയുന്ന പോലെ ഓരോ ആളുകളും ഓരോ രൂപത്തിൽ മടങ്ങുന്നു. നമ്മുടെ മടക്കം എങ്ങനെയാണ് നമുക്ക് അറിയട്ടില്ലാനും. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു വിഷയമില്ല, ഒരു അനീതിയും പ്രവർത്തിക്കപ്പെടുന്നില്ല. ഒരാളുടെ മരണത്തോടുകൂടി ഒരു അനീതിയും പ്രവർത്തിക്കുന്നില്ല. അള്ളാഹിൻ്റെ വാഗ്ദാനാണത്. അദ്ദേഹത്തിൻ്റെ കണക്ക് പുസ്തകം തുറക്കുന്നു, അതിലുള്ളതെല്ലാം വളരെ കൃത്യമായി. പിന്നെ ഒരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല. എനിക്ക് ആകെ 15 വയസ്സാണ് കിട്ടിയത്, അല്ലെങ്കിൽ എനിക്കാകെ 20 വയസ്സാണ് കിട്ടിയത്, 30 കിട്ടിയത്, ഓൽക്കൊക്കെ 80ഉം 90ഉം കിട്ടി. എന്താ കാര്യം? ഒന്നുമില്ല. എപ്പോൾ മടങ്ങിയാലും നല്ല മനുഷ്യരാണോ ആ നല്ല മനുഷ്യർക്ക് മരണത്തോടു കൂടി തന്നെ അള്ളാഹു റാഹത്ത് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ദുനിയാവിനെ സമീപിക്കാൻ, ദുനിയാവിനെക്കുറിച്ച് ഇസ്ലാം പറയുന്ന കൺസെപ്റ്റുകൾ ഏറ്റവും നല്ല രൂപത്തിൽ ദുനിയാവിനെ സമീപിക്കുക. ദുനിയാവെന്ന് പറയുന്നത് നൈമിഷികമാണ്. നല്ല രൂപത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോഴാണ്
നാളെ മരണത്തോടുകൂടി ബർസഖിയായ ലോകത്തും പരലോകത്തും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളത് ഉൾക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബില്ലാലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹിൽ ഫായിസീന വമൻ വലാ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകത്ത് ഇത്തരം സാഹചര്യവും സന്ദർഭമൊക്കെ നമുക്ക് അത്ഭുതമൊന്നുമല്ല. ഇഷ്ടംപോലെ സംഭവങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു ഭൂപ്രകൃതിയിൽ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന, എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങളാണ്. ഇടിവെട്ടിയും മഴ പെയ്തും തോർന്നും ഉരുളുപൊട്ടിയും ആളുകൾ മടങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യവും സന്ദർഭം ഉണ്ടാകുമ്പോൾ നമുക്കതിലേക്കൊരു ശ്രദ്ധയും ചിന്തയും ഒക്കെ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടെയാണ് ടെക്നോളജികൾ എത്ര വികസിച്ചാലും, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടം, മക്കളൊക്കെ ഏറെക്കുറെയൊക്കെ അതിൻ്റെ ഒരു ഹാങ് ഓവറിലൊക്കെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര വികസിച്ചാലും ഈ പറയപ്പെട്ട കാര്യത്തിന് ഒരു മാറ്റമില്ലാതെ അങ്ങനെ തുടരുകയാണ്. അപ്പോൾ നമ്മൾക്ക് ലോകത്ത് എന്ത് ലഭിച്ചാലും, എത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും സംവിധാനങ്ങൾ ഉണ്ടായാലും, നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കും ആസ്വദിക്കുന്നതിൻ്റെ ഇടക്കൊക്കെ തന്നെയാണ് ദുനിയാവിലെ എല്ലാ രസച്ചരടുകളും മുറിച്ച് നമ്മൾ പുറപ്പെടുക. പിന്നെ നമുക്ക് അങ്ങോട്ടുള്ളത് ബർസഖിയായ ജീവിതവും നാളെ ഖിയാമത്ത് നാളിന് ശേഷം നമുക്ക് ലഭിക്കാനുള്ള സ്വർഗവും നരകവും ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഇഹലോകത്തെ സംബന്ധിച്ച് നമുക്കുണ്ടാകേണ്ടത് ഈ പറയപ്പെട്ട ദുനിയാവ് വളരെ നൈമിഷികമാണ്, ആഖിറമാണ് എന്നും നിലനിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പം ആഖിറത്തിന് വേണ്ടി നമുക്കറിയാവുന്ന വർഷങ്ങൾ എത്രയും എടുത്തോളി. ഈ കാർബൺ ഡേറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ഒരു വസ്തുവിൻ്റെ കാലപ്പഴക്കം നമ്മൾ നിർണ്ണയിക്കാറുണ്ട്. അത് 10,000 കൊല്ലം 20,000 കൊല്ലം എന്നൊക്കെ പറയാറ്. 20,000 കൊല്ലം മുമ്പ് ജീവിച്ചൊരു മനുഷ്യൻ്റെ ബർസഖിയായ ജീവിതമാണത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു 10, 50, 70 ഒക്കെ വർഷം കഴിഞ്ഞ് അങ്ങനെ പോയാൽ തന്നെയും എത്രയോ വർഷങ്ങളോളം നമ്മൾ ബർസഖിൽ. നമ്മെ സംബന്ധിച്ച് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും അത് തന്നെയല്ലേ. എത്ര കാലമായി എൻ്റെ മുൻഗാമികൾ അങ്ങനെ ജീവിക്കുന്നു, എനിക്കും വരാനുള്ളതൊക്കെ തന്നെയാണ് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാകണ്ടേ. അതെല്ലാവർക്കും, ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. ഏത് സമയത്തും ടപ്പ എന്ന് പറഞ്ഞ അവസാനിക്കാനുള്ള ഒരു ലൈഫാണ് എല്ലാവരും. ഒറ്റ നിമിഷമാണ്. നമ്മൾ ഈ പറഞ്ഞ ഒരു രസം ആ പറയപ്പെട്ടതിനൊന്നും ഉണ്ടാവില്ല. നമ്മൾ പറയാം നമ്മളെ പെണ്ണുങ്ങളെന്താവും, കുട്ടികളെന്താവും, മറ്റുള്ളെന്താവും. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ മരിച്ചിട്ട് ഇപ്പം എന്തായി, ഓരോ പെണ്ണുങ്ങളൊക്കെ വേറെ കുത്തുവാഴത്ത് അടുക്കൊന്നുമല്ലല്ലോ, ഒക്കെയാണ് നടന്നു പോകും. ഞാൻ ഓരോ എഴുതും, പിന്നെ ഭാര്യ എഴുതും, മരിച്ചാൽ എൻ്റെ ഭർത്താവ് ഇപ്പം എന്താ കാട്ടുക, എൻ്റെ കുട്ടികളെന്താ അതൊക്കെ കരുതും. എന്നിട്ട് ഇവിടെ ഒന്നും നടക്കണില്ല, ഒക്കെ നടക്കുന്നുണ്ട്. ഈ പറയപ്പെട്ടതെല്ലാം നടക്കുന്നുണ്ട്. മക്കൾ മരിക്കുക വലിയ വേദനയാണ് എന്ന് കരുതിയിട്ട് മക്കൾ മരിക്കുക, ഇതൊക്കെ നടക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഈ ദുനിയാവിനെ സമീപിക്കേണ്ടത് ഈ പറയപ്പെട്ടതിലാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ പഠിച്ചോനെ ഈ ജീവിതം ഇന്ന് അവസാനിക്കുകയാണെങ്കിൽ ഞാൻ സ്വർഗത്ത് പോകണം, അതുതന്നെ നമ്മളെ കൺസെപ്റ്റ്. നമ്മുടെ ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും നമ്മൾ അങ്ങനെ തന്നെ, നമ്മളെ ജോലിയിൽ, സംസാരത്തിൽ, ഏറ്റവും ചുരുങ്ങിയത് ഏത് ടൈം നമുക്ക് ഈ ചിന്ത ഉണ്ടാകണം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അക്തിറു അദ്ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്. ലദ്ദാത്ത് എന്ന് പറഞ്ഞാൽ മൗത്ത്, മരണം. നിങ്ങൾ മരണത്തെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞു പോകുമ്പം ദുനിയാവാണ്, എന്തെങ്കിലും ചെയ്തു പോകുമ്പം ദുനിയാവാണ്, കച്ചവടമാണ്, അബദ്ധം പറ്റുമ്പോൾ ദുനിയാവാണ്. ആ ദുനിയാവ് അവസാനിക്കേണ്ടതാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ ദുനിയാവിൽ ജീവിച്ച് സ്വർഗം കിട്ടുന്ന രൂപത്തിൽ തന്നെ മരിക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ഒന്ന്, ഇന്നത്തെ നമ്മുടെ പള്ളിയുടെ കളക്ഷൻ KNM-ൻ്റെ പള്ളി നിർമ്മാണ ഫണ്ടിലേക്കുള്ളതാണ്. രണ്ടാമത്തത്, മദ്രസയുടെ ഒരു PTA മീറ്റിംഗ് നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മദ്രസയിലെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ യോഗം നമ്മുടെ ഇസ്ലാഹിയ മദ്രസയിൽ വെച്ച് ചേരുന്നുണ്ട്. 100% നമ്മുടെ മദ്രസ സമയമാറ്റത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ട യോഗമാണ്. നിർബന്ധമായും രക്ഷിതാക്കൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാ സ്വാലിഹായ കർമ്മങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ,
ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഞങ്ങൾ കളിയായും തമാശയായും ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ഉമ്മമാർ, ജ്യേഷ്ഠ സഹോദരന്മാർ, പണ്ഡിതവര്യന്മാർ, ഞങ്ങളങ്ങോട്ട് ഇഷ്ടപ്പെട്ടവരും ഏറെ ഇങ്ങോട്ട് സ്നേഹിച്ചവരും അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളെ ചെറുപ്പത്തിലും വലുപ്പത്തിലും പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് നീ ഇഹത്തിലും പരത്തിലും ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ പണമില്ലായ്മ കാരണം, കെട്ടപ്പാടുകൾ കാരണം, രോഗങ്ങൾ കാരണം, പീഡനങ്ങൾ കാരണം, യുദ്ധങ്ങൾ കാരണം ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ്. അവരുടെയും ഞങ്ങളുടെയും പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വാശിയും വൈരാഗ്യവും അഹങ്കാരവും അഹന്തയും കുശുമ്പും വെറുപ്പും വിദ്വേഷവും നീ എടുത്തു കളയണേ റഹ്മാനെ. ഞങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും കാരുണ്യവും ഐക്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഉമ്മമാരിൽ നിന്ന്, ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന്, മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നാളെ നിൻ്റെ പരലോകത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കണേ റഹ്മാനെ. അതിൽ നിന്നുണ്ടാകുന്ന മാരകമായ രോഗങ്ങളും ഭവിഷ്യത്തുകളും അള്ളാഹു ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.